ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ 2023 MTS ക്വസ്റ്റ്യൻ ആണ്. മെൻസുറേഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു സ്പെറിക്കൽ ബോൾ ഡയമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്. അതിനെ കട്ട് ചെയ്തു, ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. ഓക്കെ, രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. കർവ്ഡ് ഏരിയ ഓഫ് സച്ച് പാർട്ട് ഈസ് പെയിൻറ്റഡ് വിത്ത് ഗ്രീൻ കളർ. ഒരെണ്ണത്തിൻ്റെ കർവ്ഡ് ഏരിയ ഗ്രീൻ കളറിലും മറ്റേതിൻ്റെത് റെഡ് കളറിലും പെയിൻറ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ബേസസ് ഓഫ് ബോത്ത് ഹെമിസ്ഫിയർ ആർ പെയിൻറ്റഡ് വിത്ത് ബ്ലൂ കളർ. രണ്ടിൻ്റെയും ബേസ് കളർ ചെയ്യാൻ പോകുന്നത് ബ്ലൂ കളർ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ട് സെപ്പറേറ്റ് ഫിഗറായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഹെമിസ്ഫിയർ, ദെൻ താഴെ കിടക്കുന്നത് രണ്ടാമത്തെ ഹെമിസ്ഫിയർ. ഒരെണ്ണത്തിന് ഗ്രീൻ കളർ വെച്ച് പെയിൻറ് ചെയ്യണം, മറ്റേത് ബ്ലൂ എന്ത് പറയുന്ന റെഡ് കളർ വെച്ച് അതിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ പെയിൻറ് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കളർ അടിച്ചിട്ടേക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ, ഒരെണ്ണത്തിൻ്റെ കേസിൽ അവർ റെഡ് കളർ വെച്ച് പെയിൻറ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെഡ് കളർ വരുമ്പോൾ ഏത് വരും? ഇതിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ റെഡ് കളർ വെച്ച് പെയിൻറ് ചെയ്യണം, ഏകദേശം ഓൾമോസ്റ്റ് ഓക്കെ. ദെൻ അടുത്ത കേസിൽ ഗ്രീൻ കളർ വെച്ച് പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഗ്രീൻ കളറിൽ പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പെയിൻറ് അടിച്ചിട്ടേക്കാം. ഓക്കെ, ഏകദേശം ഗ്രീൻ കളർ. ഇനി രണ്ടിൻ്റെയും ബേസ് നീല കളർ. രണ്ടിൻ്റെയും ബേസ് നീല കളർ. ഇതാണ് ബേസ് വരുന്നത്. ആ ബേസിന് നീല കളർ വെച്ച് പെയിൻറ് ചെയ്തു. ഓക്കെ, ഇതിനെയും നീല കളർ വെച്ച് പെയിൻറ് ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ബ്ലൂ കളർ. ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് വിത്ത് ബ്ലൂ വെച്ച് പെയിൻറ് ചെയ്യുന്നതിന് 2 രൂപയാണ്. ബ്ലൂ വെച്ച് പെയിൻറ് ചെയ്യുന്നതിന് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെയിൻറ് ചെയ്യുന്നതിന് 2 രൂപയാണ്. ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് കർവ്ഡ് ഏരിയ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, കർവ്ഡ് ഏരിയന് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് റെഡ് കളർ ആണെങ്കിലും ശരി, ഗ്രീൻ കളർ ആണെങ്കിലും ശരി, അതിന് 3 രൂപയാണ് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹെമിസ്ഫിയറിൻ്റെ കേസിൽ കർവ്ഡ് സർഫേസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ 2πr² ആണ്. ഹെമിസ്ഫിയറിൻ്റെ കേസിൽ കർവ്ഡ് സർഫേസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ 2πr². അതായത് ഇതിൽ റെഡ് കളർ മാത്രമോ ഗ്രീൻ കളർ മാത്രമോ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 2πr². അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് അല്ലേ, മുകളിലും താഴെയുണ്ട്. നീലയുടെ ഒരെണ്ണമുണ്ട്, സോറി ചുവപ്പിൻ്റെ ഒരെണ്ണമുണ്ട്, പച്ചയുടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ കർവ്ഡ് സർഫേസ് ഏരിയ മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 4πr² വരും. കർവ്ഡ് സർഫേസ് ഏരിയ മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 4πr². അതുപോലെ ഇനിയിപ്പോൾ ബേസ് നീല കളർ, അതെന്ന് വെച്ചാൽ ആക്ച്വലി എന്തായിരിക്കും? 2 സർക്കിളാണ് അല്ലേ, മുകളിലും താഴെയും 2 സർക്കിൾ കിടപ്പുണ്ട്. സർക്കിളിൻ്റെ ഏരിയ നമുക്ക് എന്താണെന്നറിയാം? πr² എന്നറിയാം. അത് ഒരു സർക്കിളിൻ്റെ ഏരിയ. ദെൻ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. നീല കളറിൽ രണ്ടും അടിച്ചിരിക്കുന്നത് സർക്കിളാണ്. അപ്പോൾ മൊത്തം 2πr². 2πr². ഓക്കെ, ഈ 4πr² പെയിൻറ് ചെയ്യാനായിട്ട് എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്? 3 രൂപയാണ്. 3 രൂപ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. മറ്റേതാണെങ്കിലോ 2πr² പെയിൻറ് ചെയ്യാനായിട്ട് 2 പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു 4πr² കോമൺ ആയിട്ട് എടുക്കാം. 4πr² കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി പോയിട്ട് ഇവിടെ ഒരു 3 വരും. ഇവിടെയാണെങ്കിൽ എന്ത് വരും? 4πr² കോമൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4πr² വരും. ഒരു 1 വരും. ഓക്കെ, അപ്പോൾ മൊത്തം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 16πr² ആണ്. 16πr² ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പൈൻ്റെ വാല്യൂ 3.14 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനകത്ത് പൈൻ്റെ വാല്യൂ 3.14 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 16πr². അതായത് 16 ഇൻറ്റു 3.14 ഇൻറ്റു വീണ്ടും 4ൻ്റെ സ്ക്വയർ, കാരണം റേഡിയസ് 4ആണല്ലോ, 16. ഓക്കെ, അപ്പോൾ 16 ഇൻറ്റു 16 3.14. ഓക്കെ, ദെൻ 256 ഇൻറ്റു 3.14. ഓക്കെ, ദെൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനായിട്ട് 700, 400, 400 എന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് 800 സംതിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. 400 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. 250 × 3 എന്ന് പറയുമ്പോൾ തന്നെ 750 മുകളിൽ വരും. അപ്പോൾ 750 മുകളിൽ ആ ഓപ്ഷനകത്ത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 256 ഇൻറ്റു 3.14 എടുക്കുമ്പോൾ 803.84 കിട്ടും. സോ അതായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞത്? ആ
പെയിന്റ് ചെയ്യാനുള്ളത് അല്ലേ? പെയിന്റ് ചെയ്യാനുള്ളത് എത്ര രൂപയാകും എന്നാണ് പറഞ്ഞത്. ഓക്കെ, എത്ര രൂപ ആകും എന്നാണ് ചോദിച്ചത്. ദെൻ ദെൻ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ MTS 2023 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ.